നിനക്ക് പ്രത്യേകിച്ച് ആരെങ്കിലും ക്ഷണിക്കാനുണ്ടോ ഐശ്വര്യ? നിന്റെ കൊട്ടാരത്തിൽ നിന്ന് ആരും ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. അവരെയൊക്കെ വിളിച്ചു വരുത്താൻ ഇതൊരവസരമാ. എല്ലാവരെയും വിളിച്ചുകൂട്ടിയത് ഒരു പ്രധാന കാര്യം പറയാനാ. അർജുന്റെ പിറന്നാൾ മിഥുനമാസത്തിലെ പൂരം നാളിലാണെന്നറിയാലോ. അത് നമുക്ക് നല്ല ഒരു ഫാമിലി ഫംഗ്ഷൻ ആക്കണം. പക്ഷേ വളരെ ഗ്രാൻഡ് ആയിരിക്കണം. ഗസ്റ്റുകൾ ആരൊക്കെയാ? അതൊക്കെ തീരുമാനിച്ച് അവരെയൊക്കെ നമുക്ക് നേരത്തെ ക്ഷണിക്കണ്ടേ? മെയിൻ ഗസ്റ്റ് ഇവിടെ തന്നെ ഉണ്ടല്ലോ. ക്ഷണിക്കാതെ തന്നെ ഈ വീട്ടിലേക്ക് വന്നു കയറിയ ഒരു രാജകുമാരി, ഐശ്വര്യലക്ഷ്മി. അതെന്തരമേ അങ്ങനൊരു പറച്ചില്? ഐശ്വര്യ രമാനിലയത്തിലെ മരുമകളാണെന്നും നീ അംഗീകരിക്കാൻ പോവുകയാണെന്നും അതിന്റെ പേരിൽ ഒരു ഫംഗ്ഷൻ നടത്താൻ പോവുകയാണെന്നും ഞങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ തന്നെയല്ലേ പറഞ്ഞത്? അതിന് ചില കണ്ടീഷൻസ് ഉണ്ടല്ലോ. ആ കണ്ടീഷനൊക്കെ പാസ്സായി എന്ന് വന്നാൽ അവൾ ഇവിടെ ഗസ്റ്റ് തന്നെയാ. അർജുന്റെ സ്പെഷ്യൽ ഗസ്റ്റ്. ഭദ്രേട്ടാ, ഇവിടെ നടക്കാൻ പോകുന്ന ഫംഗ്ഷന്റെ മുഴുവൻ ചുമതലയും ഞാൻ ഭദ്രേട്ടന് തരിക. എല്ലാം നമുക്ക് ഗ്രാൻഡ് ആക്കണം. അതിനെന്താ, നമുക്കെല്ലാം ഗംഭീരമാക്കാം. അതിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റു. എന്താ പോരെ? നിനക്ക് പ്രത്യേകിച്ച് ആരെങ്കിലും ക്ഷണിക്കാനുണ്ടോ ഐശ്വര്യ? നിന്റെ കൊട്ടാരത്തിൽ നിന്ന് ആരും ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. അവരെയൊക്കെ വിളിച്ചു വരുത്താൻ ഇതൊരവസരമാ. ബന്ധുക്കളെന്ന് പറയാൻ അങ്ങനെ ഏതെങ്കിലും രാജാവോ രാജ്ഞിയോ ഉണ്ടെങ്കിൽ പറയണം. കൊട്ടാരം ആചാരപ്രകാരം ഞാൻ അവരെയൊക്കെ ഇങ്ങോട്ട് ക്ഷണിച്ചേക്കാം. പ്രത്യേകിച്ചും രാജകൊട്ടാരത്തിൽ നിന്ന് ആളുകൾ വരുമ്പോ അത് നമുക്കും ഒരു അന്തസ്സല്ലേ, അല്ലേ ഭദ്രേട്ടാ? നീ എന്തു പറയുന്നു? അവരെയൊക്കെ ഞാൻ നേരിട്ട് ക്ഷണിച്ചോളാം. മതി മതി, അങ്ങനെ തന്നെ മതി. രാജാവെന്ന് പറഞ്ഞു വരുന്നവര് അമ്പലപ്പറമ്പിൽ കളിക്കുന്ന നൃത്തനാടകത്തിലെ രാജാവും രാജ്ഞിയുമാകാതിരുന്ന മാത്രം മതി. അല്ല, നമ്മുടെ സൈഡിൽ നിന്നും ആരെങ്കിലുമൊക്കെ വേണ്ടേ? നമ്മുടെ കുടുംബമായിട്ടും ബിസിനസ്സുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട ആളുകൾ, അവരെ ആരെയും ക്ഷണിക്കുന്നില്ലേ? അവരെയൊക്കെ നമുക്ക് ക്ഷണിച്ചു വരുത്താം. യഥാർത്ഥത്തിൽ ഇതല്ലേ ശരിക്കുള്ള ചടങ്ങ്? നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ മരുമകളെ നമ്മൾ അംഗീകരിക്കുന്ന ചടങ്ങ്. എനിക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാനുണ്ട്. ഞാനൊന്ന് അവരെ വിളിച്ചു നോക്കട്ടെ. ഇവളിത് ആരെയായിരിക്കും വിളിക്കുന്നത്? കള്ളന് കഞ്ഞി വെച്ചവളാ ഇവള്. ഐശ്വര്യലക്ഷ്മി അല്ല, മൂദേവി ലക്ഷ്മിയാ. ഈ ഫംഗ്ഷൻ നടത്തുന്നത് തന്നെ ഇവളുടെ കള്ളത്തരം പൊളിക്കാൻ വേണ്ടിയാ.
ഇവളെ എന്നേക്കുമായിട്ട് ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കാൻ. രമാദേവിയുടെ മനസ്സിലിരിപ്പ് കൊള്ളാം. കളി എന്നോടാ. ഫംഗ്ഷൻ എന്നെ പുറത്താക്കാനുള്ള ശ്രമം ഞാൻ പൊളിക്കും. ഇവർക്ക് ഈ ഐശ്വര്യലക്ഷ്മി ആരാണെന്ന് ശരിക്കും അറിയില്ല. കാണിച്ചു കൊടുക്കാം രമാദേവിക്ക് ഈ ഐശ്വര്യലക്ഷ്മി ആരാണെന്ന്. രമാദേവിയാണല്ലോ. ഹലോ രമാദേവി, ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചതാ. അപ്പോഴാ രമാദേവിയുടെ കോൾ ഇങ്ങോട്ട് വന്നത്. സുഖാണോ? ആ അതെ, സുഖാ. ദക്ഷ ഞങ്ങളുടെ വീട്ടിലേക്ക് എന്റെ മകളായിട്ട് വരികയല്ലേ, അതിന്റെ സന്തോഷം കൂടി ഉണ്ടെന്ന് കൂട്ടിക്കോ. ആ പിന്നെ ഞാൻ ഒരു വിശേഷം പറയാനാ വിളിച്ചത്. വിശേഷോ? എന്ത് വിശേഷം? പറ. ഒരു ഫംഗ്ഷന്റെ കാര്യം പറയാനാ ഞാൻ വിളിച്ചത്. ഓ, അതിന്റെ കാര്യങ്ങളെ ചർച്ച ചെയ്യാൻ നിങ്ങൾ രണ്ടുപേരും കൂടി വരണം. അദ്ദേഹം ഒരു ഉദ്ഘാടനത്തിന് പോകാൻ വേണ്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുക. എന്തായാലും ഞാൻ അദ്ദേഹത്തോടൊന്ന് സംസാരിക്കട്ടെ. ആ ഫോൺ അദ്ദേഹത്തിന്റെ കയ്യിലൊന്ന് കൊടുക്കാമോ? അതിനെന്താ, കൊടുക്കാലോ. ആ രമാദേവിയാ. ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല സർ. കുടുംബത്തില് ചില മംഗളകാര്യങ്ങൾ നടത്താനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഡേറ്റ് എടുക്കുന്നതിന് മുൻപ് താങ്കളും കൂടി വന്നിരുന്നെങ്കിൽ സൗകര്യപ്രദമായ ഒരു ഡേറ്റ് എടുക്കാമായിരുന്നു. എനിക്ക് ഇന്നൊരു ഉദ്ഘാടനത്തിന് പോകണമായിരുന്നു. വൈഫ് പറഞ്ഞു. പക്ഷേ ഇവിടെ ഇനി എന്ത് തീരുമാനമെടുക്കണമെങ്കിലും താങ്കളുടെ ഉപദേശം കൂടി ഞങ്ങൾക്ക് വേണമല്ലോ. നമ്മുടെ രണ്ടുപേരുടെയും കുടുംബങ്ങളും ഇപ്പൊ ഒന്നല്ലേ? നമ്മൾ എടുക്കുന്ന ഏത് തീരുമാനവും പരസ്പരം അറിഞ്ഞെടുക്കുന്നതാണ് ഉചിതം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ സർ? രമാദേവി പറഞ്ഞത് തീർത്തും ശരിയാണ്. ദക്ഷയും മഹിയും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ച സ്ഥിതിക്ക് ഇനി നമ്മുടെ രണ്ടുപേരുടെയും കുടുംബങ്ങളും ഒന്നല്ലേ? ഞാൻ എപ്പോഴാ വരേണ്ടതെന്ന് അറിയിച്ചാ മതി, അപ്പൊ ഞാൻ എത്തിക്കോളാം. ആ, എന്താണേലും ഞാൻ വൈഫിനെയും കൂട്ടി കൃത്യസമയത്ത് അവിടെ എത്തിക്കോളാം. ശരി ശരി.